Hi everyone, welcome back to my YouTube channel. ഞാൻ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ജിമ്മിലോട്ട് പോവാണ്. ഇന്ന് ഞങ്ങൾക്ക് വീക്കെൻഡാണ്, വെള്ളിയാഴ്ച ഓഫാണ്. അപ്പോൾ നമ്മുടെ ജിമ്മിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാറില്ല. അവിടെ കുറച്ച് അറബികളൊക്കെ ഉണ്ടായിട്ട് അവിടെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഓഫുള്ള ടൈമിലാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ മഹബുള്ളയിലെ ബ്ലോക്ക് 1-ലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളെ ഫ്ലാറ്റ്, ഇവിടെയാണ്. ദെൻ ഇന്ന് രാവിലെ മോർണിംഗ് ഇതിലൂടെ നടക്കലാണ് പതിവ്. പിന്നെ ഇതാ ഈ നേരെ കാണുന്നതാണ് ഞങ്ങളെ ജിമ്മ് നെക്സ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. മോർണിംഗ് ഒക്കെ നന്നായിട്ട് ഇവിടെ നല്ല ഇരുടാണ്. ആ ടൈമിലൊക്കെ ഉണ്ടാവില്ല. എനിക്ക് 6 മണിക്കാണ് ഡ്യൂട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഓഫായതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മര്യാദയ്ക്ക് കഴിച്ചില്ല. ഒരു മറ്റേ നേന്ത്രപ്പഴം ഒന്ന് ഇതാക്കി ഇങ്ങനെ കഴിച്ചിങ്ങ് പോകുന്നതാണ്. നമുക്ക് ഞാൻ നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതാണ് ഞങ്ങളെ മഹബുള്ളയിൽ ഇവിടെ പള്ളി ജിമ്മ നടന്നുകൊടുക്കുകയാണ്. ഇതാണ് നെക്സ്റ്റ് ഒക്കെ ഞങ്ങളുടെ ജിമ്മ്. ഇത് മെൻ ജിമ്മാണ്. ഞങ്ങളത് ആ സൈഡിലാണ്, ഈ സൈഡിലാണ് ഞങ്ങളെ ജിമ്മുള്ളത്. കാര്യം പറഞ്ഞാണെങ്കിൽ കുവൈത്തിൽ തീരെ പോക്ക് സ്ഥലത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്, മഹബുള്ള. ഇവിടെ ഫ്രൈഡേ ആണ് ഞങ്ങളൊന്നും പുറത്തൊക്കെ പോകാറുള്ളത്. കാര്യം പുറത്ത് പോയില്ലെങ്കിൽ ഈ കുവൈത്ത് തന്നെ ചടച്ചു. അതുകൊണ്ട് പുറത്തൊക്കെ പോകാറുണ്ട്. മഹബുള്ളയിൽ വലിയതിൽ കാണാനൊന്നുമില്ല. അപ്പോൾ കുവൈറ്റ് സിറ്റി, ഫഹേൽ, അങ്ങനെ കുറേ സ്ഥലമുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല കാണാൻ. അപ്പോൾ ഫ്രൈഡേ എന്തായാലും അവിടേക്കൊക്കെ പോകും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ചടച്ചു. പുറത്തൊന്നും പോകാൻ കഴിയാതെ ഒരുമാതിരി ആയിരിക്കും. ഇവിടെ ജിമ്മിൽ ആരുമില്ല, അതുകൊണ്ട് സുഖമായിട്ട് വീഡിയോ എടുക്കാം. ജിമ്മ് ഇതാണ് ഞങ്ങളെ ജിമ്മ്. ഫുൾ ഇരുട്ടാണ്, ആരില്ല. ജിമ്മെത്തി. ഇനി വീഡിയോസൊക്കെ എടുക്കാനുള്ള പരിപാടി നോക്കണം. കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താണ്. ഒരു ദിവസം നമുക്ക് ഒരു 5-6 വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാം. ഓക്കെ, കുറേ സംഭവം എടുത്താണ്. സ്റ്റാൻഡ് എടുത്താണ്. ദെൻ മൈക്ക് എടുത്തിട്ടുണ്ട്. വോയിസ് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മൈക്ക് എടുത്ത് ഞാൻ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ബാഗിൽ സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. മൈക്ക് ഉണ്ടാവും, കുറേ സ്റ്റാൻഡ് ഉണ്ടാവും, പിന്നെ പ്രോട്ടീൻ പൗഡർ, ഷെയ്ക്കർ, ചാർജർ, കുറച്ച് ഡ്രസ്സ്, ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവില്ലേ. ഞാൻ ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ബാഗിൽ എന്തുണ്ടാവും എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിന്ന് ഈ കോസ്റ്റ്യൂം വെച്ചിട്ട് കുറച്ച് വീഡിയോ എടുക്കാം. കുറച്ച് കോസ്റ്റ്യൂംസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് മാറി മാറി അങ്ങോട്ടും വീഡിയോ എടുക്കണം. സോ കുറച്ച് ഷൂസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം. മാറി മാറി കുറച്ച് വീഡിയോസ് എടുക്കാണ്ട്. അപ്പോൾ എല്ലാവർക്കും തോന്നണം നമ്മൾ ഓരോ ദിവസം ഓരോ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഷൂസൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ വീഡിയോ എടുക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, ഹലോ, 2 വീഡിയോ എടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ നെക്സ്റ്റ് കോസ്റ്റ്യൂമാണ്. കുഴപ്പമില്ല, ഓക്കെ അല്ലേ. ഈ ഡ്രസ്സ് അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് റീസ, എൻ്റെ ക്ലൈൻ്റാണ്. അവരെനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് തന്നതാണ്. നല്ല രസമല്ലേ, നല്ല കംഫർട്ടബിളായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അണ്ടർആർമിൻ്റെ ഒരു ടീഷർട്ടും അതേപോലെ ഒരു പാൻറ്റും അതേപോലെ ഒരു സോക്സും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറ്. അതേമാതിരി ഈ പാൻറ്റ് നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ പറ്റും. താങ്ക് യു റോയിസ. അങ്ങനെ ഞാൻ ഈ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് പോസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. വീഡിയോസൊക്കെ ഏകദേശം 4-5 വീഡിയോ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പോസിങ്ങൊക്കെ നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫേവറേറ്റ്. ഇതല്ല, പക്ഷേങ്കിൽ ഇത് എനിക്ക് ഇഷ്ടമാണ്. കുറേ മസിൽ ഉണ്ടാക്കാനും അതേമാതിരി സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനൊക്കെ. പക്ഷെ ഞാൻ ബോഡി ബിൽഡർ അതൊന്നും അല്ല. ഇൻ കേസ് ഇപ്പോൾ ഞാൻ ബോക്സർ അതേമാതിരി വൂഷു ആണ്. ബോക്സിങ്ങും അതേപോലെ വൂഷു ആണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ 2 മെയിൻ ഇവൻറ്റ് ഇതാണ്. വൂഷു എന്നാണ് ഞാൻ ബോക്സിങ്ങിലോട്ട് പോയത്. പക്ഷേ 2 മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇൻഷാല്ലാ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 ഇയർ ഞാൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വരും. അപ്പോൾ എന്താ അറിയില്ല, ഇനി ആഫ്റ്റർ എന്താ സംഭവിക്കുക, ഇനി കളി പോവുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇവിടുന്ന് ഞാൻ സ്ട്രെങ്ത്തും ചെയ്യുന്നുണ്ട്. അതേമാതിരി എൻ്റെ ബോക്സിങ് വർക്കൗട്ട്, വൂഷു വർക്കൗട്ടൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്.
പക്ഷെ നമ്മളൊരു കോച്ച് ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്തായാലും എനിക്ക് ഉണ്ടാവും നെക്സ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ. പക്ഷെ ഇൻഷാല്ലാ എന്തായാലും സെറ്റ് ആക്കണം. അപ്പം ഇതല്ല എൻ്റെ മെയിൻ, ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് മാക്സ് സ്പീഡാക്കാനും സ്ട്രെങ്ത് ആക്കാനും, നമ്മളൊരു പഞ്ച് ചെയ്യുമ്പം പവറിൽ പഞ്ച് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ സ്ട്രെങ്ത് വർക്കൗട്ടും അതേമാതിരി ഫുൾ ബോഡി വർക്കൗട്ട് എല്ലാം ഫ്ലെക്സിബിലിറ്റി ആയാലും മൊബിലിറ്റി ആയാലും എല്ലാം ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്രേസ് ആണല്ലോ. അപ്പോൾ എനിക്ക് ഇത് ഡംബൽ വെച്ചിട്ട് നമ്മളെ സ്ട്രെങ്ത് വർക്കൗട്ട് ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ പതുക്കെ ഞാൻ അതിലേക്ക് മാറിയപ്പോൾ അതായത് എനിക്ക് എന്താ പറയാ, മറ്റേ വർക്കൗട്ട് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. അല്ലെ ജിമ്മ് ചിലർ പറയില്ലേ, ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ പിന്നെ നമ്മൾ അത് അഡിക്റ്റ് ആവും. അതേപോലെയാണ്, അത് അഡിക്റ്റ് ആയി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെങ്കിൽ അടിപൊളിയാണ്. ഒരു ദിവസം വർക്കൗട്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരുമാതിരി ഒരു ഫീലാണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുന്നവർ അത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. കാര്യം നമ്മളൊരു ലൈഫ് സ്റ്റൈലായിട്ട് എപ്പോഴും ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യുക. ഓക്കെ, ബോർ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. അതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് ചെറുതായിട്ട്. ഈ ലോങ് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.